നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പോം വാട്ട് ഹീ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവയാറിൻ്റെ കവിതയാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എ.കെ. രാമാനുജനാണ്. സംഘകാല ലിറ്ററേച്ചറിൽ വരുന്നതാണ് ഈ കവിത. അവയാർ സംഘകാല ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദ പ്രോമിനൻറ്റ് പോയിറ്റസ് ആണ്. ഇത് കുരുന്തോക്കൈ 17ാമത്തെ കുരുന്തോക്കൈ എന്നുള്ള ബുക്കിലാണ് ഈ കവിത ഉള്ളത്. കുരുന്തോക്കൈ എന്ന് പറയുന്നത് 8 തോക്കൈ എന്ന് പറയുന്ന സംഘകാല കൃതികളുടെ ഒരു സമാഹാരമാണ്. ഒരു ആന്തോളജി ഓഫ് സംഘം ലിറ്ററേച്ചർ. അതിലെ 2ാമത്തെ ബുക്കാണ് കുരുന്തോക്കൈ. അതിൽ കുരുന്തോക്കൈ 17ലാണ് ഈ പോം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുരുന്തോക്കൈ ബേസിക്കലി പ്രണയം, അതുപോലെ വേർപാട്, അങ്ങനത്തെ കോമൺ തീംസിൽ ഉള്ള കവിതകളാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ നമുക്ക് ടൈറ്റിൽ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വാട്ട് ഹീ സെഡ് എന്നുള്ളതാണ്. അപ്പോൾ ആരോ പറഞ്ഞ കാര്യങ്ങളായിരിക്കണം കവയത്രി നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്കത് കവിത വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ആരോ ചോദിക്കുന്ന പോലെയാണ് കവിത എഴുതിയിട്ടുള്ളത്. അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കവയത്രിയോട് ആരെങ്കിലും പറഞ്ഞതോ ചോദിച്ചതോ ഉള്ള രീതിയിലാണ് കവിത എഴുതിയിട്ടുള്ളത്. ഓ ഡിഡ് ഐ നോട്ട് തിങ്ക് ഓഫ് യു ആൻഡ് തിങ്കിങ് ഓഫ് യു ഡിഡ് ഐ നോട്ട് തിങ്ക് ആൻഡ് തിങ്ക് അഗെയിൻ ഓഫ് യു. അതായത് ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലേ എന്നാണ് ആദ്യത്തെ ചോദ്യം. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ തന്നെ പിന്നെയും ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചില്ലേ എന്നുള്ളതാണ്. അപ്പോൾ ആ റെപ്പിറ്റേഷൻ ഓഫ് തിങ്ക് എന്നുള്ളത് ആ ഒരു എത്രത്തോളം അധികം പാഷനേറ്റ് ആണ് ഈ പറയുന്ന ആൾ, കവയത്രിയോട് ഇത് പറയുന്ന ആൾ എത്രത്തോളം പാഷനേറ്റ് ആണ് തൻ്റെ പ്രണയത്തിൽ എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു നിന്നെക്കുറിച്ച്, അത് ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെയും നിന്നെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ആൻഡ് ഈവൻ ആസ് ഐ തോട്ട് ഓഫ് യു was I not baffled by the world's demands that held me to my work. അങ്ങനെ ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ സ്തബ്ധനായിരുന്നില്ലേ. ബാഫിൾഡ് എന്ന് പറഞ്ഞാൽ സ്തബ്ധൻ എന്നാണ് അർത്ഥം. അതായത് എന്തുകൊണ്ടാണ് സ്തബ്ധനായത്? ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ട് എന്നെ എൻ്റെ ജോലിയിൽ തന്നെ ആ ഡിമാൻഡ്സ് എന്നെ എൻ്റെ ജോലിയിൽ തന്നെ തടഞ്ഞു വെച്ചപ്പോൾ ഞാൻ സ്തബ്ധനായിരുന്നില്ലേ. കാരണം എന്താ? ഈ ജോലിയുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ലവറിൻ്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. ആ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം ബാഫിൾഡ് ആയിരുന്നു. ഓ ലവ് ഡിഡ് ഐ നോട്ട് തിങ്ക് ഓഫ് യു ആൻഡ് തിങ്ക് ഓഫ് യു ടിൽ ഐ വിഷ്ഡ് ഐ വർ ഹിയർ ടു സീറ്റ് മൈ പാഷൻ ടിൽ ദിസ് ഫ്ലഡ് ഓഫ് ഡിസയർ that once wet the branch of the tall tree would thin till I can bend and scoop a drink of water with my hands. ലാസ്റ്റ് സ്റ്റാൻസ് എന്താ പറയുന്നത്? ഓ ലവ്, എൻ്റെ പ്രിയതമേ ഓർ എൻ്റെ പ്രണയമേ, ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചില്ലേ. എത്ര അധികം ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചു, അത്രത്തോളം ഞാൻ എൻ്റെ ഈ ഒരു വൈകാരികമായിട്ടുള്ള എൻ്റെ ഈ ഒരു ആഗ്രഹങ്ങൾ, എൻ്റെ പാഷൻ, എൻ്റെ ഡിസയർ എങ്ങനെയെങ്കിലും ഒന്ന് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് നിൻ്റെ അടുത്ത് എത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്നതുവരെ ഞാൻ ചിന്തിച്ചു. ആ ഹൈറ്റ് ഓഫ് പാഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് once wet the branch of the tall tree would thin till I can bend and scoop a drink of water with my hands എന്ന് പറയുന്നത്. അദ്ദേഹം ഈ സ്പീക്കറിൻ്റെ പാഷനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റി ഓഫ് ഇമോഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫ്ലഡ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റഫർ വെച്ചിട്ടാണ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളപ്പൊക്കം. ഫ്ലഡ് ഓഫ് ഡിസയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടുള്ള ഡിസയർ, ആഗ്രഹം എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം ഹൈറ്റിലാണ് അത് നിൽക്കുന്നത്, ആ ഫ്ലഡ് നിൽക്കുന്നത്? ഒരു ഉയർന്ന മരത്തിൻ്റെ ചില്ല നനയ്ക്കാൻ പാകത്തിനുള്ള ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത് എങ്ങനെ ആവണമെന്നാണ്, അല്ലെങ്കിൽ അത് ദൂരീകരിച്ചിട്ട് എങ്ങനെ ആവണം എന്നാണ് സ്പീക്കർ പറയുന്നത്. എത്രത്തോളം താഴെ എനിക്കെൻ്റെ കൈക്കുമ്പിളിൽ ഒരു വെള്ളം കോരി കുടിക്കാൻ പാകത്തിന് താഴത്തേക്ക് അത് കൊണ്ടുവരണം. അതായത് എൻ്റെ പാഷനെ അത്രയും ഞാൻ കുറയ്ക്കണമെങ്കിൽ ഞാൻ എവിടെ വേണം? ഞാൻ നിൻ്റെ അരികിൽ വേണം. അതുവരെ ഞാൻ ചിന്തിച്ചു എന്നാണ് സ്പീക്കർ പറയുന്നത്. അപ്പോൾ ഉയർന്നൊരു മരത്തിൻ്റെ ചില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അൺറീച്ചബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, അല്ലെങ്കിൽ അത്രത്തോളം വലുതാണ്, ഉയർന്നതാണ്. അപ്പോൾ ആ പാഷനെ ഓവർകം ചെയ്യണം. ആ പാഷൻ ഓവർകം ചെയ്യണമെങ്കിൽ അത് സബ്സൈഡ് ചെയ്യണം, അതിനെ കുറച്ച് കൊണ്ടുവരണം. എത്രത്തോളം സബ്സൈഡ് ചെയ്യണം? അത് സിമ്പിളായിട്ട് ഒരു കൈക്കുമ്പിൾ കൊണ്ട് കോരിയെടുക്കാൻ പാകത്തിനുള്ള രീതിയിലേക്ക് എത്തണം. അതാണ് പറയുന്നത്. സോ പ്രണയത്തിന് വേണ്ടിയിട്ടുള്ളൊരു ലോങ്ങിങ് ഈ കവിതയിലുടനീളം നമുക്ക് കാണാം. അതായത് എനിക്ക് നിൻ്റെ അടുത്ത് എത്താൻ സാധിക്കുന്നില്ല,
എനിക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എത്താൻ സാധിക്കുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഏർണിംഗ് ഫോർ ലവ്, ലോങ്ങിങ് ഫോർ റീയൂണിയൻ എന്നുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കവിതയിലുടനീളം കാണുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. ഒറ്റയ്ക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. മനസ്സിലാവുമെന്ന് കരുതുന്നു. താങ്ക് യു.